യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവിടെ 2 സിമ്പിളായ തന്ത്രങ്ങൾ, ദൈവമക്കൾ പാലിക്കേണ്ടതായ സിമ്പിൾ 2 തന്ത്രങ്ങൾ. എന്തിനു വേണ്ടി? ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ 2 സിമ്പിൾ പോയിന്റുകളാണ് പറയുന്നത്. ഒന്ന്, ദൈവത്തിന് കീഴടങ്ങുവിൻ. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ എല്ലാം ദൈവിക അധികാരത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുക. അതാണ് ഒന്ന് ചെയ്യേണ്ടത്. 2, റെസിസ്റ്റ് ദ ഡെവിൾ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ. പിശാചിൻ്റെ പദ്ധതികളെ അല്ലെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങൾക്ക് നേരെ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് അതിനെ എതിർത്ത് നിൽക്കുവാനാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. അപ്പോൾ ആദ്യം ദൈവത്തിന് കീഴടങ്ങണം, എന്നിട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കണം. എന്താണ് ഈ ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ? ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവിക വചനത്തിന് നമ്മൾ കീഴ്പ്പെടുക. വചനം എന്തു പറയുന്നു അതിനെ നമ്മൾ സ്വീകരിക്കുന്നു, നമ്മൾ അതിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. എന്താണ് പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ? പിശാചിൻ്റെ തന്ത്രങ്ങളെ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കയ്യിലിരിക്കുന്നത് ഫിസിക്കൽ വെപ്പൺസ് അല്ല, സ്പിരിച്വൽ അതോറിറ്റിയാണ്. അപ്പോൾ ഇപ്പം ശത്രു പറയുക രോഗത്താൽ നിന്നെ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനവുമായി എഴുന്നേറ്റ് നിൽക്കണം. പറയണം, ഇല്ല, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ രോഗം അന്നേരവും കാണുന്നുണ്ടെങ്കിലും വിശ്വാസത്തോടെ അതേ വചനം തന്നെ വീണ്ടും വീണ്ടും നമ്മളെ നോക്കി ഡിക്ലെയർ ചെയ്യുന്നു. ഇല്ല, ഞാൻ മരിക്കത്തില്ല, ജീവനോടിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഹല്ലേലൂയ. അതാണ് ഈ ആത്മീക ജീവിതത്തിൽ ദൈവമക്കളെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. എതിർത്ത് നിൽക്കാൻ പഠിക്കണം. നമ്മളങ്ങ് സറണ്ടറായി പോവുക, നമ്മൾ മിണ്ടത്തില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കുക. നമ്മൾ ചിലപ്പം കരയും, നമ്മൾ ആരോടെങ്കിലുമൊക്കെ പറയും, ഓ ബ്രദറെ, കുഞ്ഞിനെ അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, അവൻ്റെ സ്വഭാവത്തിനൊരു മാറ്റവുമില്ല എന്നൊക്കെ നമ്മൾ പറയും. അതല്ല നമുക്ക് വേണ്ടത്. അവിടെ നമ്മൾ എതിർത്ത് നിൽക്കണം. ആ പൈതലിനെ അല്ലെങ്കിൽ അവനെ റിബലാക്കുന്ന, അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, പ്രാർത്ഥനയ്ക്ക് വരാൻ സമ്മതിക്കാത്ത, ആരാധനയ്ക്ക് വരാൻ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾപ്പിക്കാത്ത, പഠിക്കാൻ സമ്മതിക്കാത്ത പിശാചിനോട് എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ അവനെ വിട്ടുപോകും. കാരണം കർത്താവിൻ്റെ വചനത്തിൽ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരം നമ്മൾ ഉപയോഗിക്കണം. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ ആ അധികാരം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ അത് അത്ഭുതമായി തീരും. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങൾക്ക് യാതൊരു ദോഷവും ചെയ്യത്തില്ല. അധികാരം ഉപയോഗിക്കണം, അധികാരത്തോടെ കൽപ്പിക്കണം, വിശ്വാസത്തോടെ പറയണം, എതിർത്ത് നിൽക്കണം, അക്സെപ്റ്റ് ചെയ്യല്ലേ, അതിനെ സ്വീകരിക്കാൻ തയ്യാറാകല്ലേ. പറയണം, ഇല്ല, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ റെസിസ്റ്റ് ചെയ്യുന്നു, നിനക്ക് എൻ്റെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്ത് നിനക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്ന് നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമുക്ക് ജയിക്കാൻ കഴിയും. ടെംപ്റ്റേഷൻ കൊണ്ടുവരുമ്പോൾ കർത്താവ് എന്നാ ചെയ്ത്? കർത്താവ് റെസിസ്റ്റ് ചെയ്ത് എങ്ങനെ? കർത്താവ് വചനം പറഞ്ഞു. ജോസഫിൻ്റെ മുമ്പിൽ പ്രലോഭനങ്ങൾ വന്നപ്പോൾ ജോസഫ് ദൈവത്തെ ഭയപ്പെട്ടു, പ്രലോഭനത്തെ എതിർത്ത് നിന്നു. അതായത് ദൈവത്തിന് കീഴ്പ്പെട്ടു, പ്രലോഭനം, സാത്താൻ കൊണ്ടുവന്ന പ്രലോഭനത്തെ എതിർത്ത് തോപ്പിച്ചു. ദൈവത്തിന് കീഴ്പ്പെട്ടത് എന്തുവാ? ദൈവവചനത്തെ പ്രമാണിച്ചു, പാപം ചെയ്യരുത് എന്നുള്ള ദൈവിക വചനം, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്നു. 2, ഇപ്പുറത്തെ പിശാചിൻ്റെ തന്ത്രത്തെ എതിർത്ത് നിന്നു. നോ, ഐ വിൽ നോട്ട് ഡു, ഞാനത് ചെയ്യത്തില്ല എന്ന് വ്യക്തമാക്കി പറഞ്ഞു. ഞാൻ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ വീട്ടിലൊരാൾക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും, രോഗത്തിൻ്റെ ആത്മാവ് വിട്ടുമാറേ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരോടെങ്കിലും, നല്ല അഭിഷേകവും കൃപയുമുള്ള ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതും ജയിക്കാൻ മുഖാന്തരമായി തീരും കേട്ടോ. ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.